ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ഡേ ജോഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ഐവർകാല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം, അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ടോപ്കോൺ സീരീസിൽ വരുന്ന പാനൽ, അതുപോലെ തന്നെ മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ട്. കാരണം ഇന്ന് നമുക്ക് ഓൺ ഗ്രിഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏത് പാനൽ, അതുപോലെ തന്നെ ഏത് ഇൻവേർട്ടർ വേണമെന്നുള്ളതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്ന പാനൽ, ഇൻവേർട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഹൗസ് ഓണേഴ്സ് ആയിട്ടുള്ള ഒരു പരിചയപ്പെടാം. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സാർ നമസ്കാരം. ശിവശങ്കര പിള്ള. മാഡത്തിൻ്റെ പേര്? പ്രസന്നകുമാരി. ഇത് കറക്റ്റ് പ്ലേസ് എവിടെ ആയിട്ടാണ് വരുന്നത്? കൊല്ലം ജില്ലയിൽ ഐവർകാല എന്ന് പറയുന്ന സ്ഥലത്ത്. ഐവർകാല, പുത്തൂർ നിയറസ്റ്റ് പ്ലേസ് അല്ലേ? ഇപ്പോൾ ഇവിടെ നിലവിൽ കറണ്ട് ബില്ലൊക്കെ ഒരുപാടുണ്ടോ? ഞങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടുതലാണ്. എത്ര വരുന്നത്? ഇപ്പോൾ 4000, 4200. എത്ര? 8000 വന്നു. കുഞ്ഞുങ്ങളെ പിള്ളേർ വിളക്ക് വരുന്ന സമയത്ത് 8000. ഓക്കെ. എത്ര പേരാണ് മക്കളുള്ളത്? മക്കൾ 4 പേര്. 2 പേര്. അവരുടെ 2 കൊച്ചുമക്കൾ. അവർ കൂടെ സ്ഥലത്തുണ്ടോ അതോ? ഇല്ല, സ്ഥലത്തില്ല. അവർ വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ 2 ടേണായിട്ട് വരും. മോനും മോളും കൊച്ചുമോളും ആദ്യം വരും. അത് കഴിഞ്ഞ് പിന്നെ മകളും മരുമോനുമായിട്ട് പിന്നെ അടുത്ത ടേൺ വരും. അപ്പോൾ വരുമ്പോഴൊക്കെ ഓരോ മാസം കറണ്ട് ബില്ല് അതിനനുസരിച്ച് കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ എ സി ഒക്കെ ഓടുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട്? AC 3 3 AC ഉണ്ടല്ലേ? 3 ബെഡ്റൂമിലും AC ഉണ്ട്. വരുന്ന സമയത്ത് എന്തായാലും നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഓക്കെ. കുറെ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സോളാർ എന്തെങ്കിലും ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. പിന്നെ ഇപ്പോൾ ഈ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളത്. സാറിന്റെ മകന് പ്രശാന്ത് കുമാർ സാറാണോ നമ്മളെ വീഡിയോസ് കണ്ടിട്ടാണോ അവർക്ക് സജസ്റ്റ്? നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ രണ്ടുകൂടെ കണ്ടിട്ട് അവരെ അയച്ചു കൊടുത്തു. വീഡിയോ കണ്ട് അയച്ചു കൊടുത്തപ്പോൾ അവരെ അഗ്രി ചെയ്തു. ഓക്കെ. പിന്നെ അതിലിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ആദ്യം നമുക്ക് സ്ട്രിങ് ഇൻവേർട്ടറും കാര്യങ്ങൾ. സ്ട്രിങ് ഇൻവേർട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഇൻവേർട്ടറുകൾ ഉണ്ടാവില്ല, സിംഗിൾ ഇൻവേർട്ടറാണ് വരിക. അപ്പോൾ അത് ടൈപ്പ് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്ത്. പിന്നെ ശേഷം മൈക്രോ ഇൻവേർട്ടറും കാര്യങ്ങളും പുതിയ സിസ്റ്റം ആയിരിക്കാം കുറച്ചുകൂടി പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഷെയ്ഡ് വരാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് ഓക്കെ എന്ന് പറയാൻ കാരണം. ഈ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലം എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഈ ഷെയ്ഡ് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പാനലിന് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ടുള്ള എല്ലാ പാനലുകളും ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പാനൽ തന്നെ അവർ സെലക്ട് ചെയ്തു. പിന്നെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് പേപ്പർ കൊടുക്കാൻ പോവുകയാണ്. മീറ്ററും കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളേഷൻ അതിൻ്റെ മീറ്റർ മാറ്റിവെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കും പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ വർക്കും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ആണോ എന്നുള്ള പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ. അത് തുടർന്നുണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഈ നിയറസ്റ്റ് പ്ലേസ് തന്നെയാണ് തടിക്കാട് അല്ലേ? ഏകദേശം 3/4 മണിക്കൂർ റണ്ണിങ് ഉള്ളു. അപ്പോൾ നമ്മൾ തടിക്കാട് പുതിയൊരു ഓഫീസ് അതിൻ്റെ അഞ്ചല എത്തണ്ട, തടിക്കാട് അത് അവിടെ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. വർക്ക് ഏകദേശം ആയിക്കൊണ്ട് അടുത്ത മാസം തന്നെ ഓപ്പൺ ആക്കാം. അപ്പോൾ പിന്നെ ഈ ഏരിയയിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഈ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ സോളാർ വെക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സജഷനോ നിങ്ങളെ അഭിപ്രായത്തിനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടോ? ഞങ്ങളുടെ പ്രശാന്തിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട്, ഞങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ അവനും പ്രശാന്തിന്റെ അടുത്താണ്. അപ്പം വെക്കണമെന്ന് താല്പര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും പഠിച്ചിരുന്നോ മുമ്പ്? ഇങ്ങനെ സോളാറിനെ പറ്റിയിട്ട് എന്തെങ്കിലും അല്ല നിങ്ങളായിട്ട് എന്തെങ്കിലും? നമ്മൾ ഈ പറയും, ഞങ്ങൾ എവിടെ പോകുമ്പോൾ പറയും ഇതുപോലെ നല്ലതാണെന്നല്ലോ. അപ്പം മോനും പറയാറുണ്ട് ഇങ്ങനെ വെക്കണമെന്ന കാര്യം. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി അടിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി നല്ലതാണ്. അപ്പൊ അത് അയച്ചു കൊടുത്തു. നോക്കിയതിൽ ഏറ്റവും നല്ലത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെ തോന്നാൻ? എടുത്തിയാട്ടോ അങ്ങനെയുള്ള നമ്മള് സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാം, അത്രേ ഉള്ളൂ. അറിയണ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ ഉള്ളൂ, അല്ലാതെ മറ്റ് ഇതൊന്നുമില്ല. മറ്റു ആൾക്കാർ ഒരു ചാടി വന്ന അങ്ങനെ ഇങ്ങനെ അത്രേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല സഹകരണമായിരുന്നു വീട്ടിൽ വന്നപ്പോഴും. പിന്നെ നമ്മളെ വർക്കേഴ്സിനൊക്കെ നല്ല കോപ്പറേറ്റ്, നിങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പാനൽ, ഇൻവെർട്ടർ, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പാനൽ അദാനിയുടെ ബൈഫേഷ്യൽ മോണോപെർക്ക് ടോപ്പ് കോൺ സീരീസിൽ വരുന്ന പാനലാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന പാനലാണ്. 565 വാട്ട്സ് ആണ്. മൊത്തം 6 പാനലുണ്ട്. 6 പാനൽ ഏകദേശം 3.4 കിലോ വാട്ടിൻ്റെ 3390 വാട്ടോളം പാനൽ വാട്ട്സ് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടർ വരുന്നത് എൻഫേസിൻ്റെ ആണ്. എൻഫേസിൻ്റെ 15 വർഷം വാറണ്ടി പീരീഡ് ഉള്ള ഒരു ബ്രാൻഡാണ്. ഇന്റർനാഷണൽ ബ്രാൻഡാണ്. നമുക്ക് ടോട്ടൽ 25 വർഷം വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൂടുതലും എമൗണ്ട് ഒന്നും മുടക്കണ്ട. നമുക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെ നമുക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. ഇതിൽ നമുക്ക് ടോട്ടൽ 6 പാനൽ പ്ലസ് 6 ഇൻവെർട്ടറാണ് വെച്ചിട്ടുള്ളത്. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ 2.5 പൈപ്പ് വെച്ചിട്ട് അപ്പോളോൻ്റെ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂഫ് ചെറിയൊരു ഓടും കാര്യങ്ങളൊക്കെ മേഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് റൂഫ് ഉണ്ട്, പക്ഷെ നമുക്ക് ഷെയ്ഡ് വരാനുള്ള സാധ്യത ഉണ്ട്. ഈ മുകൾ ഭാഗത്തൊക്കെ കൂടെ തെങ്ങിൻ്റെ മറവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഡ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ഈ കിഴക്ക് ഭാഗം കുറച്ച് ഒഴിഞ്ഞുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം കിഴക്ക് ഭാഗത്തേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് പുറത്തേക്ക് ആ ഷീറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ നമുക്ക് ഓടിനെയും ഈ റൂഫിനെയും കൂടെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഒറ്റ ലൈനായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 6 പാനൽ, അതിൽ തന്നെ 6 ഇൻവെർട്ടർ സീരീസ് ചെയ്തിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ട് നമ്മളതിൽ ACDBയും കാര്യങ്ങളും NOI റിലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ താഴെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ, മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്ററാണ്. അത് നമ്മൾ കോപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റായിട്ട് ലൈറ്റ്നിങ് അറസ്റ്ററും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിൽ ഹൈറ്റ് കൂട്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് താഴേക്ക് കൊടുക്കാൻ പറ്റില്ല. നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ലീക്കൊന്നും വരാത്ത രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാലിലും 6 കാലം ടോട്ടലുള്ള എല്ലാ കാലം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു വൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ സാറേ, വൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഒരു ബൈഫേഷ്യൽ പാനൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൈറ്റ് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റിഫ്ലക്ഷൻ വെയിലും കൂടി വന്നിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എർത്തിങ് മൊത്തം 3 എർത്തിങ് ആണ്. അതിൽ നമ്മൾ AC, അതുപോലെ തന്നെ സ്ട്രക്ചർ, ലൈറ്റ്നിങ്, അങ്ങനെ 3 എർത്തിങ് ആണ് കൊടുത്തുള്ളത്. സ്ട്രിങ് ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ 4 എർത്ത് ഉണ്ടാവും. മൈക്രോ ആകുമ്പോൾ നമുക്ക് DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു എർത്തിങ് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ട്രിങ് ഇൻവെർട്ടറിന് പകരം മൈക്രോ ഇൻവെർട്ടർ വെക്കേണ്ട പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഷെയ്ഡൊക്കെ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ, പ്ലെയിൻ ആയിട്ട് കിടക്കാത്ത സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മൈക്രോ ഇൻവെർട്ടർ വെച്ച് ചെയ്യാം. കാരണം നമുക്കിതിൽ ഏതെങ്കിലും ഒരു പാനലിനൊക്കെ പ്രൊഡക്ഷൻ, ഏതെങ്കിലും ഒരു പാനലിന് ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ സിംഗിൾ പാനൽ പ്ലസ് ഇൻവെർട്ടറാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാനൽ ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് പാനലിന് അത് ബാധിക്കാത്ത രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്തോളും. നേരെ മറിച്ച് സ്ട്രിങ് ഇൻവെർട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാനലിന് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ട്രിങ്ങിലുള്ള എല്ലാ പാനലുകൾക്കും അതിൻ്റെ ആംബിയറിൽ ലോസ് വരും. വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷേ ആംബിയറിൽ ലോസ് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള സെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വയ്ക്കണം നിർബന്ധമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇറത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടെറസിന് മുകളിൽ അവിടെ നിന്ന് പൈപ്പ് ഇറക്കിയിട്ട് ഇവിടെയാണ് നമ്മൾ AC ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഒരു SPD ഉണ്ട്, അതുപോലെ തന്നെ ഒരു MCB ബ്രേക്കർ, റിലേ, അതുപോലെ തന്നെ NOI കാര്യങ്ങളൊക്കെ വെച്ചിട്ട് CT വരുന്നുണ്ട്. CT വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ വരുന്ന കറണ്ട് കറക്റ്റ് കിട്ടും, അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനും സെപ്പറേറ്റ് കിട്ടും. പൊതുവെ നമുക്ക് ഈ സ്ട്രിങ് ഇൻവെർട്ടറിനുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻവെർട്ടർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നേരെ മറിച്ച് നമുക്ക് കൺസ്യൂം ചെയ്യണ എത്ര യൂണിറ്റാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീറ്റിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ACDBയുടെ ഉള്ളിലാണ് ഒരു സീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വേറെ സീറ്റ് വരുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കൺസംഷൻ ചെയ്യുന്ന യൂണിറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ മീറ്റർ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലൊരു MCB ബ്രേക്കർ ഉണ്ട്, മീറ്റർ, ജനറേഷൻ മീറ്റർ ഉണ്ട്. നിലവിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. എന്നാലും 400 വാട്ട്സ് വെച്ചിട്ട് ഓൾറെഡി ഇപ്പോൾ 400 വാട്ട്സ് വെച്ചിട്ട് റൺ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കേബിൾ ട്രെയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ലൈറ്റിനിങ് അറസ്റ്റർ നമ്മൾ തൊട്ട് ഈ ഭാഗത്ത് കൂടി വരുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചർ എർത്തും സെപ്പറേറ്റ് ആണ് വരുന്നത്. അത് നമ്മുടെ ഈ ACDB എന്ന് വരുന്ന എർത്ത്, അങ്ങനെ 3 എർത്തും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീറ്റർ മാറ്റാനുണ്ട്. നമ്മളൊരാഴ്ചയായിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ACB ഇപ്പോൾ ഒന്ന് പേപ്പർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ മീറ്റർ കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എത്രയാണ് നമ്മൾ ഒരു 3 കിലോ വാട്ട്
മൈക്രോ ഇൻവെർട്ടറും കാര്യങ്ങളും വെച്ചിട്ടുള്ള സോളാർ സിസ്റ്റം. ഏകദേശം ഒരു 5,000-6,000 രൂപയുടെ ആ റേഞ്ചിലേക്ക് കറണ്ട് ബില്ല് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കിടിലൻ പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2,50,000-60,000 അതിൻ്റെ ഉള്ളിലായിട്ടാണ് എമൗണ്ട് വരുന്നത്. ചില സൈറ്റിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് കൂടുതൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2,60,000 ആ റേഞ്ചിൽ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ 2,50,000-55,000 ഉള്ളിലൊക്കെ ആയിട്ടാണ് നമുക്ക് എമൗണ്ട് വരിക. അതിലൊരു 78,000 രൂപ സബ്സിഡിയും കിട്ടും. നമുക്കൊരു 1,70,000 ആ റേഞ്ചിലേക്കൊക്കെ ആയിട്ട് 1,70,000-75,000 ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് നമുക്ക് സ്വന്തമാക്കാനും കഴിയും. അപ്പോൾ നമുക്കിപ്പോൾ ബാങ്ക് ലോൺ വഴി നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വെക്കാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നാഷണലൈസ്ഡ് ബാങ്കൊക്കെ എല്ലാം നമുക്ക് ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആൾക്കാരെല്ലാം നമ്മളെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം നമുക്ക് ഏകദേശം 4-5 വർഷമായിട്ട് നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിന് സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ ഓഫീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരു നല്ലൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഞാൻ പ്രവീൺ പ്രഭാകരൻ, സൈനിങ് ഓഫ്.